ഹായ് മക്കളെ, യെസ് എടാ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി പൈ ആൻഡ് ഡി പൈ ബോണ്ട്സ്. ഓക്കെ, എങ്ങനെയാണ് ഒരു മൾട്ടിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് കാണുമ്പോൾ പി പൈ ബോണ്ട് ആണോ അല്ലെങ്കിൽ ഡി പൈ ബോണ്ട് ആണോ എന്നെങ്ങനെ മനസ്സിലാക്കാം? റെഡിയാ? സോ പി പൈ ബോണ്ട് ആൻഡ് ഡി പൈ ബോണ്ട്. എന്താണ് ഈ പി പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ? രണ്ട് പി ഓർബിറ്റൽസ് സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്തുണ്ടാക്കുന്ന പൈ ബോണ്ടിനെയാണ് പി പൈ ബോണ്ട് എന്ന് പറയാം. അങ്ങനെയാണ് ഡി പൈ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഒരു ഡി ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്തുണ്ടാവുന്നതാണ് ഡി പൈ ബോണ്ട്. അപ്പൊ നമുക്ക് ചില സ്ട്രക്ചറുകൾ എടുത്തുകൊണ്ട് അതിൽ പി പൈ ആണോ ഡി പൈ ആണോ നോക്കാം അല്ലെ? യെസ്. ആദ്യം മക്കളെ സൾഫേറ്റ് അയോൺ SO4 2 VSEPR തിയറി ഉപയോഗിച്ച് ഇതിനെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? എങ്ങനെ വരയ്ക്കുക? സൾഫറിൽ 6 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ആ 2 മൈനസ് ചാർജ് കൂട്ടി 8 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. 4 ഓക്സിജൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആണ്. VSEPR ഷോർട്ട് കട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടെട്രാഹൈഡ്രൽ എന്നാണ് സൾഫേറ്റിന് കിട്ടുക. ഓക്കെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് ഈ പി പൈ ബോണ്ടിന്റെ പ്രസൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള പറയുന്നതാണ് സൾഫേറ്റിന്റെ ബേസിക് സ്ട്രക്ചർ. അതിൽ 2 ഓക്സിജനിൽ മൈനസ് ചാർജ് കൊടുക്കാം, SO4 2- ആണ്. ഓക്കെ, ബാക്കി 2 എണ്ണത്തിലേക്ക് ഡബിൾ ബോണ്ട് ആണ്. അത് കോർഡിനേറ്റ് ബോണ്ട് വെച്ചും വരയ്ക്കാം. ബട്ട് നമ്മൾ ഈ ഡബിൾ ബോണ്ട് വെച്ച് വരയ്ക്കുന്ന സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതാണ് കൂടുതൽ പ്രിഫേർഡ് സ്ട്രക്ചർ, സൾഫേറ്റ് അയോണിന്റെ സ്ട്രക്ചർ SO4 2-. മക്കളെ ഇതിലേതാ സൾഫറിന്റെ ഹൈബ്രിഡൈസേഷൻ? എന്റെ ചോദ്യം, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം സൾഫേറ്റിന്റെ ഈ സ്ട്രക്ചറിലുള്ള പൈ ബോണ്ട് ഏത് ടൈപ്പാന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, റെഡി? അപ്പൊ മക്കളെ ഇതില് സൾഫേറ്റില് സൾഫറിന് ചുറ്റുമുള്ള 4 സിഗ്മ ബോണ്ടുകൾ ഉണ്ട്, പ്ലസ് 2 പൈ ബോണ്ട് ഉണ്ട് അല്ലെ? ശരിയല്ലേ? യെസ്. എടാ ഈ 4 സിഗ്മ ബോണ്ട് ആണ് ഉള്ളത് എന്ന് പറയുമ്പോൾ സൾഫറിന് ടു ലോൺ പെയർ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏതാ അവിടുത്തെ സൾഫറിന്റെ ഹൈബ്രിഡൈസേഷൻ? sp3 ആണ്. 4 സിഗ്മ ബോണ്ട്, ദർ ഇസ് നോ ലോൺ പെയർ. അപ്പൊ സ്റ്റെറിക് നമ്പർ 4 ആണ്. ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. അതിന്റെ അർത്ഥം സൾഫറിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും ഹൈബ്രിഡൈസ് ചെയ്തിട്ടാണ് ഈ 4 സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ s ഓർബിറ്റലും 3 p ഓർബിറ്റലും ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു ഫോർ സിഗ്മ ബോണ്ട് ഫോർമേഷൻ. അങ്ങനെയാണ് p ഓർബിറ്റൽ ഇനി അവൈലബിൾ ആണോ സൾഫറിൽ? ആകെ 3 p ഓർബിറ്റലല്ലേ വാലൻസ് ഷെല്ലിലുള്ള, അത് 3ഉം സിഗ്മ ബോണ്ട് ഫോർമേഷന് യൂസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് ഹൈബ്രിഡൈസേഷനിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പൈ ബോണ്ട് ഏത് പൈ ബോണ്ടാണെന്നറിയോ? ഡി പൈ ബോണ്ടാണ്. എന്ത് ബോണ്ടാ? ഡി പൈ ബോണ്ട്. അങ്ങനെയാണ് ഈ പൈ ബോണ്ടും സ്വാഭാവികമായിട്ടും ഏത് ബോണ്ട് തന്നെയാ? ഡി പൈ ബോണ്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ അപ്പൊ ഓക്സിജന്റെ എൻഡില് പൈ എന്ന് സാറങ്ങ് ഉറപ്പിച്ചത് എന്തുകൊണ്ടാ? എടാ ഈ സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന്റെ വാലൻസ് ഷെല്ലിൽ ഡി ഓർബിറ്റൽ ഇല്ലല്ലോ, അവരുടെ വാലൻസ് ഷെല്ലിൽ പി മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ എൻഡിൽ നിന്ന് എന്തായാലും പി ഓർബിറ്റലേ ഇൻവോൾവ് ആവുള്ളൂ ഫോർ പൈ ബോണ്ട് ഫോർമേഷൻ. സോ സൾഫേറ്റ് അയോണിന്റെ ഈ സ്ട്രക്ചറിൽ ദർ ആർ 2 ഡി പൈ ബോണ്ട്സ്. എത്ര? 2 ഡി പൈ ബോണ്ട്സ് ഉണ്ട്. സൾഫറിന്റെ എൻഡിൽ നിന്ന് ഡി ഓർബിറ്റൽ ആണ് ഇതിൽ ഇൻവോൾവ് ആയത് എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കി? ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ആ sp3 ഹൈബ്രിഡൈസേഷനിലൂടെ ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും ഹൈബ്രിഡൈസ് ചെയ്തിട്ടാണ് ഈ സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മനസ്സിലാക്കേണ്ട കാര്യം, സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഉപയോഗിക്കുക. പൈ ബോണ്ട്സ് ഉണ്ടാക്കുന്നത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് അല്ല. ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഓർബിറ്റലുകളാണ് പൈ ബോണ്ട് ഫോർമേഷനിൽ ഓവർലാപ്പിംഗിൽ ഇൻവോൾവ് ആവുന്നത്. റെഡിയാ മക്കളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൺഫ്യൂഷൻ മാറും. നമുക്കൊരു എക്സാമ്പിൾ ഞാൻ നോക്കാം. അത് നോക്കണേ. PO4 3-. ഇതേപോലെ തന്നെ ഫോസ്ഫേറ്റ് അയോൺ PO4 3-ന്റെയും സ്ട്രക്ചർ VSEPR തിയറി ഉപയോഗിച്ച് നമ്മൾ വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഫോസ്ഫേറ്റിന്റെ വൺ ഓഫ് ദ റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. ഇതിന്റെ ഹൈബ്രിഡ് ഒക്കെ വരയ്ക്കാം. ഇതാണ് വരച്ച സ്ട്രക്ചർ അല്ലെ? ഇതിൽ എത്ര സിഗ്മ ബോണ്ട്സ് ഉള്ള മക്കളെ പറഞ്ഞേ? എത്ര സിഗ്മ ബോണ്ട്സ് ഉള്ള? 3 1 2 3 4 സിഗ്മ ബോണ്ട്സും ആൻഡ് ദർ ഈസ് എ പൈ ബോണ്ട്. അപ്പൊ നിങ്ങൾ പറയും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. s ഓർബിറ്റലും 3 p ഓർബിറ്റലും സിഗ്മ ബോണ്ട് ഫോർമേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പൈ ബോണ്ടിൽ ഏത് ടൈപ്പ് പൈ ബോണ്ടാണ് ഇത്? ഡി പൈ ബോണ്ടാണ്. ഡി പൈ ബോണ്ട്. റെഡിയാണോ? സെറ്റ് അല്ലേ? യെസ്.
അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ അടുത്തൊരു സ്ട്രക്ചർ പറയാം. നോക്കിക്കോളെ, സൾഫർ ഡയോക്സൈഡ് SO2 ബെൻഡ് സ്ട്രക്ചർ ആണ്. VSEPR തിയറി വെച്ച് വരച്ചാൽ സൾഫർ ഡയോക്സൈഡിന് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നൽകാം. സൾഫർ ഡയോക്സൈഡ് SO2 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും ഉണ്ടാവും. മൾട്ടിപ്പിൾ ബോൺസിനെ നമ്മൾ VSEPR തിയറിയിൽ സിംഗിൾ ആയിട്ട് അക്കൗണ്ട് ചെയ്യും, അതുകൊണ്ട് ഞാൻ 2 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സൾഫർ ഡയോക്സൈഡിന്റെ സ്ട്രക്ചർ എങ്കിൽ ഇതിൽ എത്ര p ബോൺസ് d ബോൺസ് ഉണ്ട്? ഇതുപോലെ നോക്കാം നമുക്ക്. ഏതാ ഇവിടുത്തെ സൾഫറിന്റെ ഹൈബ്രിഡൈസേഷൻ? ഇതിൽ 2 സിഗ്മ ബോണ്ടും 1 ലോൺ പെയറും ഉണ്ട്. അപ്പൊ ഏതാ ഹൈബ്രിഡൈസേഷൻ? സ്റ്റെറിക് നമ്പർ 3 വരും. ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. 2 സിഗ്മ ബോണ്ട് 1 ലോൺ പെയർ. അപ്പൊ ലോൺ പെയർ ഒക്യുപ്പൈ ചെയ്യാനും ഹൈബ്രിഡ് ഓർബിറ്റലാണ് യൂസ് ചെയ്യുന്നത്. 2 സിഗ്മ ബോണ്ടും 1 ലോൺ പെയറും, സ്റ്റെറിക് നമ്പർ 3, ഹൈബ്രിഡൈസേഷൻ sp2. അപ്പൊ എത്ര പൈ ബോണ്ട് ബാക്കി കിടപ്പുണ്ട്? 2 പൈ ബോണ്ട്. ആ പൈ ബോണ്ട് ഏത് ടൈപ്പ് പൈ ബോണ്ട് ആയിരിക്കും മക്കളെ? sp2 ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും സിഗ്മ ബോണ്ട് ഫോർമേഷനും ലോൺ പെയർ ഒക്യുപ്പൈ ചെയ്യാനും വേണ്ടി ഹൈബ്രിഡൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു p ഓർബിറ്റൽ അവിടെ ബാക്കിയുണ്ട് സൾഫറിൽ. അപ്പോൾ ഒരു പൈ ബോണ്ട് എങ്ങനെയുള്ള പൈ ബോണ്ടാ? p ബോണ്ടാണ്. റെഡി? എന്നാൽ അടുത്ത പൈ ബോണ്ട് ദാറ്റ് ഈസ് എ d p ബോണ്ട്. അതെന്താ? ഒന്ന് d p അടുത്ത p ആകാൻ കാരണം ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും സിഗ്മ ബോണ്ട് ഫോർമേഷനും ലോൺ പെയർ ഒക്യുപ്പൈ ചെയ്യാനും വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഓർബിറ്റലല്ലേ പൈ ബോണ്ട് ഉണ്ടാക്കേണ്ട? ഒരു p ഓർബിറ്റൽ അവിടെ റിമെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫോംസ് p ബോണ്ട് വിത്ത് ഓക്സിജൻ. എന്നാൽ അടുത്ത പൈ ബോണ്ട് ഏത് ടൈപ്പാണ്? d p ബോണ്ട് ആണ്. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണ് ഇതുപോലെ മക്കളെ. അടുത്തത് സൾഫർ ട്രയോക്സൈഡ് എടുക്കാം. SO3യുടെ സ്ട്രക്ചർ ഞാൻ ഇവിടെ വരയ്ക്കാം. ഇതാണ് SO3 എങ്കിൽ, ഇതാണ് SO3 എങ്കിൽ സ്ട്രക്ചർ വരയ്ക്കുന്നത് നമ്മൾ VSEPR തിയറിയുടെ ഐഡിയ ഉപയോഗിച്ച് വരയ്ക്കണം. അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ p ബോണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. റെഡിയാ മക്കളെ? SO3 സൾഫറിന് ചുറ്റും എത്ര സിഗ്മ ബോൺസ് ഉണ്ട്? 1, 2, 3 സിഗ്മ ബോൺസ് ഉള്ളത്. ബാക്കി 3 പൈ ബോണ്ട് ആണ്. അപ്പൊ there is no lone pair. ഹൈബ്രിഡൈസേഷൻ again sp2 ആണ്. അപ്പൊ മക്കളെ ഒരു p ഓർബിറ്റൽ ബാക്കിയുണ്ട്. സോ there is a p ബോണ്ട്. അതേസമയം മറ്റേ 2 പൈ ബോണ്ട് ഏത് ടൈപ്പാ? d p ബോണ്ട് ആണ്. സോ 2 d p ബോണ്ടും 1 p ബോണ്ടും ആണ്. സെറ്റ് അല്ലേ മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാലോ. കാർബൺ ഡൈ ഓക്സൈഡ് ലീനിയർ സ്ട്രക്ചർ ആണ്. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതില് കാർബൺ ചുറ്റും എത്ര സിഗ്മ ബോൺസ് ഉണ്ട്? 2 സിഗ്മ ബോണ്ട്. ഹൈബ്രിഡൈസേഷൻ sp ആണ്. എത്ര p ഓർബിറ്റൽ ബാക്കിയുണ്ട്? ഒരു s ഓർബിറ്റൽ ഒരു p ഓർബിറ്റൽ ഹൈബ്രിഡൈസ് ചെയ്തിട്ടായി 2 സിഗ്മ ബോണ്ട് ഉണ്ടായത്. 2 p ഓർബിറ്റൽ ബാക്കി. അവരാണ് ഈ പൈ ബോണ്ടിൽ ഇൻവോൾവ് ആവുന്നത് വിത്ത് ഓക്സിജൻ. സോ ഓക്സിജന്റെ p ഓർബിറ്റലുമായിട്ട് കാർബണിന്റെ 2 p ബാക്കിയുള്ള p ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നു, സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യുന്നു ടു ഫോം p ബോൺസ്. സോ എത്ര p ബോൺസ് ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡില്? 2 p ബോണ്ട് ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡില്. റെഡിയാണ്? എത്ര p ബോണ്ട്? 2 ഉണ്ട്. മറ്റൊരു കാര്യം ഓർക്കേണ്ട, സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് എന്തായാലും p ഓർബിറ്റലെ പൈ ബോണ്ടിന് വേണ്ടി ഉപയോഗിക്കുള്ളൂ. ഓക്കെ? സെക്കൻഡ് പീരീഡിൽ കാരണം d ഓർബിറ്റൽ അവൈലബിൾ അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്കാൻ ആൻസർ ചെയ്യാം. സെക്കൻഡ് പീരീഡിലുള്ള എലമെന്റ്സിനെ കുറിച്ച് ഓർത്തോളൂ. അവരൊരിക്കലും d p ബോണ്ടിന്റെ ഭാഗമാവില്ല. സെക്കൻഡ് പീരീഡ് എലമെന്റിന്റെ എൻഡിന്ന് d ഓർബിറ്റൽ അവൈലബിൾ ആവില്ല ഫോർ പൈ ബോണ്ട് ഫോർമേഷൻ. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ p ബോണ്ട് d ബോണ്ട് ഒരു സ്ട്രക്ചർ നമുക്ക് നോൺ ആണെങ്കിൽ, സ്ട്രക്ചർ നമുക്ക് അറിയാമെങ്കിൽ, VSEPR തിയറി ഉപയോഗിച്ച് ഒരു സ്ട്രക്ചർ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ ഉള്ള ബോണ്ടുകൾ p ആണോ d ആണോ എന്ന് ഹൈബ്രിഡൈസേഷൻ നോക്കിയിട്ട് പറയുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.